ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിനോടായിക്കൊണ്ട് പറഞ്ഞു, മയ്യഖുദു അന്നി ഹൗലാഇൽ കലിമ, ആരാണ് ഞാൻ ഈ പറയുന്ന കാര്യം എന്നിൽ നിന്നും ഏറ്റെടുക്കാനുള്ളത്? ഫയഅമലു ബിഹിന്ന, അവർ അത് തന്റെ ജീവിതത്തിൽ പകർത്തണം. ഔ യുഅല്ലിമു മയ്യഅമലു ബിഹിന്ന, അത് പ്രാവർത്തികമാക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കൂട്ടത്തിൽ ആരാണ് തയ്യാറുള്ളത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എണീറ്റു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ പറയും, ഞാനത് ഏറ്റെടുക്കും. അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ സംസാരിക്കൂ, ഞാനത് എത്തിക്കുന്നിടത്ത് എത്തിക്കാം ഇൻഷാ അല്ലാഹ്. അത് കേട്ടപ്പോൾ ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹം പറയാണ്, എന്റെ കൈ പിടിച്ചു, എന്നിട്ട് 5 കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി എന്നെ പഠിപ്പിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം വള്ളി പുള്ളി തെറ്റാതെ അത് നമ്മെയും പഠിപ്പിക്കുകയാണ്. ഹദീസിന്റെ താളുകളിൽ ആ വസിയ്യത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഓരോന്നും നമ്മുടെ ജീവിതത്തിന് കൂടെ ഉണ്ടാകേണ്ടതാണ്. അത്തരം വസിയ്യത്തുകളായിരുന്നു യഥാർത്ഥത്തിൽ അവരെ അവരാക്കി മാറ്റിയത്. അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളും ജീവിതത്തിൽ സൂക്ഷ്മതകളും എല്ലാം നൽകിയത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഉപദേശങ്ങളായിരുന്നുവെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ പകർത്തുക മാത്രമല്ല, നമുക്കും അത് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. എങ്കിൽ ഏതാണ് ആ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഇത്തഖിൽ മഹാരിം. ഒന്നാമത്തെ ഉപദേശം, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. അബൂ ഹുറൈറ, നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകളെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇബാദത്ത് എടുക്കുന്ന ആളായിക്കൊണ്ട് നിനക്ക് മാറാൻ കഴിയുമെന്നാണ്. വല്ലാത്തൊരു വാക്കാണത്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ, കേൾക്കരുതെന്ന് പറഞ്ഞ, പറയരുതെന്ന് സംസാരിച്ച, അല്ലെ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് ഹറാമുകൾ, വിലക്കിയ ചില കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ബോധപൂർവം നാം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആ വാചകത്തെ ഒന്നുകൂടെ അടിവരയിടുന്നു. അത് വെറുതെ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ബോധപൂർവം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമാകും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തിന്മകൾ വരാതിരിക്കാനും നാം ശ്രദ്ധിക്കണം. കാരണം നാം പടുത്തുയർത്തിയ പർവ്വത സമാനമായ നന്മകളൊക്കെ ജീവിതത്തിൽ നാം അറിഞ്ഞു അറിയാതെ ചെയ്തു പോകുന്ന ചില തിന്മകളെ കൊണ്ട് അതെല്ലാം നിഷ്ഫലമാകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അല്ലാഹ് വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കാനൻ നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ. ജനങ്ങളൊക്കെ അള്ളാന്റെ റസൂലിനോട് നന്മയെ കുറിച്ചായിരുന്നു അധികവും ചോദിച്ചിരുന്നത്. പക്ഷേ വകുൻതു അസ്അലുഹു അനിശ് ശർ, പക്ഷെ ഞാൻ അള്ളാന്റെ റസൂലിനെ കിട്ടിയാലേ അപകടങ്ങളെ കുറിച്ചാ ചോദിക്കുക, ഷെറുകളെ കുറിച്ചാ ചോദിക്കുക, തിന്മകളെ കുറിച്ചാ ചോദിക്കുക. പ്രവാചകരെ, അത് തിന്മയാണോ? അത് ഹറാമാണോ? അത് പറയാൻ പാടില്ലാത്തതാണോ? ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നത് എന്താ? എന്തുകൊണ്ടാണ്? മഹാഫതൻ അയ്യുദ്രികനി, ഞാൻ എങ്ങാനും അതിൽ പോയി പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടതാണ് എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഹറാമുകൾ നാം നെയ്തു കൂട്ടിയ നന്മകളെ പൊളിച്ചു കളയാൻ മാത്രം വലിപ്പമുണ്ടെന്ന് നമ്മൾ പഠിക്കുക. വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ, തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങളുമായി നഊദു ബില്ലാഹ് നാളെ പരലോകത്ത് ആളുകൾ വരുമെന്നാണ്. തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി കൊണ്ടുവരുന്നവരുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് കടഞ്ഞെടുത്ത ധൂളികളെ പോലെയാക്കുന്ന ചില ഹതഭാഗ്യവാനുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂല സഹോദര പഠിപ്പിച്ചത്. എന്തെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറ്റിയ അമളി എന്താ? എന്ത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാ റസൂലേ അവർക്ക് ഈ പ്രയാസം നാളെ പരലോകത്ത് ഏൽക്കേണ്ടി വന്നത്? ഇത്രയൊക്കെ പണിയെടുത്തിട്ടും നാളെ പരലോകത്ത് ഒരു ഫലമില്ല എന്ന് മാത്രമല്ല, നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോഴേ അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? പുറത്തൊക്കെ ഉഷാറാ, പുറത്തൊക്കെ ഉഷാറാ, ആളുകളുടെ കണ്ണിൽ എല്ലാവരും 100-ൽ 110 മാർക്കിട്ടവനാ, വലിയ സർട്ടിഫിക്കറ്റ് കൊടുക്കപ്പെട്ടവനാ, എല്ലാവരുടെ മുമ്പിലും ഉഷാറാ. പക്ഷെ അള്ളാഹുവിന്റെ അരികിൽ ഒരു ലിസ്റ്റിൽ അവന്റെ പേരൊരൽപ്പം മോശമാ. എന്തെന്നറിയോ? രഹസ്യ ജീവിതത്തിൽ അവനും റബ്ബുമായി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അള്ളാഹ് വിലക്കിയത് മുഴുവനും കണ്ടവനാ, കേട്ടവനാ, മുങ്ങി കുളിച്ചവനാ എന്ന് പറയുമ്പോൾ കൂട്ടരെ അതിലേക്കൊക്കെ വീണു പോകാൻ ചെറിയ അശ്രദ്ധ മതിയാകും.
ഒരു നൂൽപാലത്തിന്റെ വ്യത്യാസത്തിൽ ഹറാമിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിലെ ആ ഒരു ചാരിത്രശുദ്ധി കൊണ്ടു നടക്കണമെങ്കിൽ, അതുവഴി നമ്മുടെ നന്മകൾ നല്ല നിലക്ക് കൊണ്ടു നടക്കണമെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ്. എത്ര ശ്രദ്ധിച്ചാലും ചില തെറ്റുകളൊക്കെ വന്നേക്കാം. പക്ഷേ നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ വലം യസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ എന്ന് പറഞ്ഞില്ലേ, അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഹറാമുകൾ വന്നു പോകുന്നതിനെ ശക്തമായ രൂപത്തിൽ നമ്മൾ ഭയപ്പെടണമെന്ന് സൂക്ഷിക്കണം. എങ്കിലാണ് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഇബാദത്ത് വെറുതെ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കും, അതൊക്കെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കും. അതല്ല, നമ്മൾ ഒരു ദിവസത്തിന് തുടക്കത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഇബാദത്തും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കും, ഏറ്റവും നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തിന്മകൾ, ഹറാമുകൾ നമ്മളെ നന്മയിൽ നിന്നും തടുക്കുമെന്നും ഇബാദത്ത് നേരം പോലെ ചെയ്യാൻ കഴിയുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തഖ്വക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അത് ആത്മാർത്ഥമായി കൊണ്ട് നിരന്തരമായി കൊണ്ട് ചൊല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വസിയത്ത് എന്താണെന്നറിയോ? വർളി ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അബൂ ഹുറൈറ, നിനക്ക് അല്ലാഹ് കണക്കാക്കിയ വിഹിതമുണ്ട് ദുനിയാവിൽ. അബൂ ഹുറൈറ, നിനക്ക് അല്ലാഹ് കണക്കാക്കിയ വിഹിതമുണ്ട്, അതിൽ നീ തൃപ്തനാകണം, അതിൽ നീ തൃപ്തി ഉണ്ടാകണം നിനക്ക്. എങ്കിലോ തകുൻ അഗ്നന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ധനാഢ്യൻ നീയാണെന്ന് നിനക്ക് തോന്നിപ്പോകുമെന്ന വല്ലാത്തൊരു വർത്താനാണ് സുഹൃത്തുക്കളെ. ഇത് പറയുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ ഉണ്ടായിരുന്നു വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. പട്ടിണി പാവങ്ങളുടെ നേതാവായിരുന്നു അബൂ ഹുറൈറ. ആ അബൂ ഹുറൈറയാണ് പറയണത്, നാട്ടിലെ രാജാക്കന്മാരെക്കാൾ ഏറെ ഐശ്വര്യം നിന്റെ മനസ്സിലുണ്ടാകും ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ. നാളുകൾ ഓടുകയാണ്, നാളുകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ജീവിതം മുഴുവനും വെട്ടിപ്പിടിക്കാനുള്ളതാണ്, നേടിയെടുക്കാനുള്ളതാണ്, അല്ലേ? 10നെ 100ആക്കാനും, 100നെ 1000ആക്കാനും, 1000നെ 10,000ആക്കാനും, കോടി അതിനപ്പുറത്തേക്കാക്കാനും റെസ്റ്റില്ലാതെ ഓടാണ് മനുഷ്യൻ. ദുനിയാവിലെ സുഖങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ എന്താ വിഷയം എന്നറിയുന്നത്? നേടിയത് പോലും പല ആളുകൾക്കും ഒന്ന് ആസ്വദിക്കാൻ മറന്നു പോകാൻ മാത്രം കിട്ടാതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരുപാട് അവന്റെ കൈകളിലുണ്ട്, അതൊന്ന് ആസ്വദിക്കാൻ പോലുമുള്ള സമയം കൊടുക്കാതെ വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടെ പോകുന്നത് മനുഷ്യന്റെ മാത്രം ഒരു സ്വഭാവമാണ് സുഹൃത്തുക്കളെ. മനുഷ്യന്റെ മാത്രം ഒരു സ്വഭാവം. എത്ര കിട്ടിയാലും മതിവരാത്തൊരു മനസ്സിന്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെങ്കിൽ അതിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് അത്യാവശ്യമൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ തൃപ്തനാകുക. അത് എത്രയാണോ മറ്റുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അവന്റെ സാലറി എത്ര, നിനക്കെത്ര കൂടിയത്, നിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ട. നമുക്ക് കിട്ടിയോ ഇൻഷാ അല്ലാഹ്, അത് ഹലാലായ രൂപത്തിലാണോ ഇൻഷാ അല്ലാഹ്, അത് മതി എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലൈസൽ ഗിന അൻ കസറത്തിൽ അർള് വലാകിനൽ ഗിന ഗിനൻ നഫ്സ്. ശരിക്കുള്ള ധന്യത എന്ന് പറഞ്ഞാല് വലിയ വീടും നല്ല ഉഷാറായ കാറും തുടങ്ങിയ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമൊന്നല്ല യഥാർത്ഥത്തിലുള്ള ധന്യത എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിലുള്ള ധന്യത എന്താണെന്നറിയോ? ഗിനൻ നഫ്സ്. മനസ്സുകൊണ്ട് ധനികനാകാൻ കഴിയണം, മനസ്സുകൊണ്ട് ധനികനാകാൻ കഴിയണം. കുന്നുകൂടിയ സ്വത്തും മുതൽ ഉണ്ടായിട്ടും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും, സന്തോഷം പങ്കിടാൻ പോലും കഴിയാത്ത ഹതഭാഗ്യവാന്മാരുണ്ട് സുഹൃത്തുക്കളെ. എന്തേ പ്രശ്നം എന്നറിയോ? കിട്ടാത്തതിന്റെ കണക്ക് ഫുൾ ടൈം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്ക് എങ്ങനെയാണ് കിട്ടിയതിന്റെ വലിപ്പം അറിയാം? കിട്ടാത്തതിന്റെ ലിസ്റ്റ് മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നന്ദിയോടുകൂടെ ജീവിക്കാൻ കഴിയുക? അവൻക്ക് മനസ്സിലിപ്പം അവന്റെ ഉള്ളിൽ മനസ്സമാധാനം ഉണ്ടാവൂല. എന്നാ മറ്റാളോ നേരെ എതിരായിരിക്കും. കുറച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഇന്ന് റാഹത്തായി എന്ന് പറയുമെന്നുള്ളതാണ്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളൊക്കെ വിളിക്കൊണ്ട് വരുന്നതിന്റെ മുൻപ് തന്നെ സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ട ഓഹരി എന്നോ കണക്കാക്കിയിട്ടുണ്ട്. അത് കിട്ടാതെ ഞാനുങ്ങളും മരിക്കൂല. അതൊരിറ്റു വറ്റാണെങ്കിലും അത് നമ്മുടെ വയറ്റിലേക്ക് പെടണമെന്ന് റബ്ബിന്റെ ഖദറുണ്ടെങ്കിൽ അത് നടന്നിട്ടേ മരിക്കൂ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചല്ലേ. ഫതഅലം, നീ മനസ്സിലാക്കി വെച്ച ഒരു അഖീദ എന്താ? അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. എന്താ? നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിരാശ വേണ്ട, അത് പടച്ചോൻക്ക് കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എത്ര ഒരു സുന്ദരമായ ആദർശമാണ് സുഹൃത്തുക്കളെ.
ചില പിന്നെ കയ്യെത്തും ദൂരേക്ക് മൂക്കുന്ന താഴെ നിൽക്കുന്ന ഒരു അവസരം നഷ്ടപ്പെടാം. എന്നാലും എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് ബേജാറാകണ്ട. നമ്മൾ അതിന് പരിശ്രമിച്ചില്ലേ, കിട്ടിയില്ലേ, അത് നിനക്ക് വെച്ചിട്ടില്ല എന്നാണ് കരുതിയാൽ മതി. അപ്പൊ എത്ര ഒരു സമാധാനം ഉണ്ടാകുന്ന ആലോചിക്കും നിങ്ങൾ. നമ്മുടെ ഒരു ചെറിയൊരു എമൗണ്ട് അത് വീണ് പോകണം എന്നൊരു പരീക്ഷണം പടച്ചവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ വീണ് പോയി, ഇനി അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയണത്. അത് വീണ് പോകാനുള്ളതാണ്. പടച്ചവനോട് പറയാ, ഇത് തന്ന റബ്ബിന് അറിയാം, ഇത് തിരിച്ചെടുത്ത റബ്ബിന് ഇരട്ടിയായിക്കൊണ്ട് തരാനും അറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിക്ക് എവിടെയും ഒരു മനസ്സമാധാന കേടിന് വകുപ്പില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഉള്ളതിൽ, കിട്ടിയതിൽ, ഇപ്പോൾ നിലവിലുള്ളതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കിട്ടിയതിന് ആത്മാർത്ഥമായിക്കൊണ്ട് ഹംദും ശുക്റും നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ മുഴുവനും ഒരു ഐശ്വര്യം ഉണ്ടാകുമെന്നാണ്. നിനക്ക് തോന്നും ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഉപദേശമാണ് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നിന്റെ അടുക്കലുള്ള ആളുകൾ, നിന്റെ സമീപത്തുള്ള ആളുകൾ, സാധാരണ ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസിക്കാണ് പറയാം. അയലത്ത് വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് കേവലം അയൽവാസി മാത്രമല്ല, തന്റെ സഹപാഠി പെടും, തന്റെ സഹപ്രവർത്തകൻ പെടും, തന്റെ സഹയാത്രികൻ പെടും, എല്ലാവരും പെടും. താൻ വസിക്കുന്നിടത്ത് ആരൊക്കെയുണ്ടോ അവരോടെല്ലാം നീ നന്മയിൽ പ്രവർത്തിക്കുക എന്നാണ്. നന്മയിൽ വർത്തിക്കുക അല്ലേ? നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. തൊട്ടടുത്തിരിക്കുന്ന ഒരു സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനക്ക് ആ ഇരുത്തത്തിൽ ഒരു അല്പം സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അത് ഇതിൽ പെട്ടു എന്നാണ് പറയണത് അല്ലേ? നമ്മുടെ സഹപ്രവർത്തകനോട് നന്മയിൽ വർത്തിക്കുക, വാക്കുകൊണ്ട് അല്ലെ, പ്രവൃത്തി കൊണ്ട്, സമ്പത്ത് കൊണ്ട്. എങ്ങനെയാണോ അവനക്ക് നമുക്ക് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുക, അത് നമ്മുടെ ഭാഗത്ത് നിരന്തരമായി കൊണ്ട് ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നന്മയിൽ വർത്തിക്കൂ കൂട്ടരെ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ജീവിതത്തിൽ നന്മ സുഹൃതം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് പെരുത്തിഷ്ടമാണെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് നന്മയെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ നമ്മുടെ ഭാര്യയോട്, ഭർത്താക്കന്മാരെ നന്മയിലല്ലാതെ വർത്തിക്കാൻ പാടില്ല എന്ന. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരോട് നന്മയിലല്ലാതെ വർത്തിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളോട് നന്മയിൽ മാത്രം വർത്തിക്കുക. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളോട് നന്മയിൽ മാത്രം വർത്തിക്കുക അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ കണക്ട് ചെയ്യപ്പെട്ട എല്ലാവരോടും ഏറ്റവും മാന്യമായ സംസാരം, ഏറ്റവും മാന്യമായ സ്വഭാവം, ഏറ്റവും മാന്യമായ ഇടപാട്, എല്ലായിടത്തും നന്മ. നമ്മളെ കൊണ്ട് നന്മ മാത്രം കിട്ടുന്ന ഒരു വ്യക്തിയായി കൊണ്ട് മാറണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് നൽകുന്ന ഉപദേശമാണ്. സുഹൃത്തെ, ഏറ്റെടുത്താൽ ജീവിതം തന്നെ മാറി അല്ലേ? ഒരാളെ കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും നല്ലതല്ലേ സുഹൃത്തെ പറയാനുണ്ടാവുള്ളൂ. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ ആളുകൾ അന്വേഷിക്കും, എന്താ നിന്നെ കണ്ടില്ലല്ലോ എന്ന്. അന്വേഷിച്ചു വരുന്നുണ്ടോ സുഹൃത്തെ? നമ്മുടെ അഭാവത്തിൽ നമ്മളെ തേടി ആളുകൾ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ തെളിവാണത്. എന്തിന്? അതുവരെയുള്ള അവരോടുള്ള ഇടപാട് നന്മയിലായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയ ആളുകൾ തിരിഞ്ഞു നോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഉള്ളൂന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആളുകളോട് നന്മയിൽ വർത്തിക്കുക എന്നുള്ളത്. നന്മയല്ലാത്ത ഒന്നും വാക്കാൽ, നോട്ടത്താൽ, പ്രവർത്തനത്താൽ വേറെ ഒന്നുകൊണ്ടും ഉണ്ടാകരുത് കൂട്ടരെ. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഉള്ളിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള വസിയത്തുകളെ ഏറ്റെടുക്കുന്ന ഒരു ധന്യവത്തായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും സൂചിപ്പിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് വഅഹിബ് ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സി തകുൻ മുസ്ലിമ. നീ നിനക്കിഷ്ടപ്പെടുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിന്റെ സുഹൃത്തിനും നിന്റെ സഹോദരനും ഉണ്ടാകട്ടെ, ജനങ്ങൾക്കൊക്കെ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണമെന്നാ. എന്നാലേ നിനക്ക് ശരിക്കൊരു കറ കളഞ്ഞ് മുസ്ലിമാകാൻ പറ്റുള്ളൂ എന്നാണ്. സുഹൃത്തുക്കളെ, സ്വാർത്ഥതയുടെ ലോകത്താണ് നമ്മളുള്ളത്. പല ആളുകളും സ്വാർത്ഥന്മാരായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. താൻ മാത്രം നന്നായാൽ മതി, തന്റെ കാര്യം മാത്രം, വേറെ ആള് എന്തോ ആയിക്കോട്ടെ,
അവന്റെ വിഷമങ്ങൾ അവന്റെ വിഷമങ്ങളല്ലാത്ത അവസ്ഥ. അതൊരിക്കലും ഒരു വിശ്വാസിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം എനിക്ക്, അവൻ എന്തായി അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അല്ല, നമ്മൾ വളരുന്നതോടൊപ്പം മറ്റുള്ളവരും എനിക്ക് കിട്ടിയ നന്മ മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്ന് ചിന്തിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണമെന്നാണ്. അങ്ങനത്തെ കഴിയുന്നില്ലെങ്കിലുള്ള അപകടം എന്താണെന്നറിയോ നിങ്ങള്? അപകടം എന്താണെന്നറിയോ? അത് അസൂയയിലേക്ക് നമ്മളെ എത്തിക്കുമെന്നാണ്. നമ്മുടെ മനസ്സിൽ അസൂയ കയറി പിടിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ വേറൊരാളുടെ വിഷയത്തിൽ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അവൻക്കല്ല ഏറ്റവും വലിയ പ്രശ്നം, നമുക്കാണ് പ്രശ്നം. നമ്മുടെ മനസ്സമാധാനം പോയി കിട്ടും, നമ്മുടെ കർമ്മങ്ങൾ അസാധുവായി തീരും. വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് നമ്മൾ മാറും. പുറത്തേക്ക് എത്ര അടിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, അലക്കിത്തേച്ച വസ്ത്രം ഇട്ടിട്ടും കാര്യം ഉണ്ടാവില്ല, പരിമളം മണക്കുന്ന എന്തുപയോഗിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. മനസ്സിന്റെ ഉള്ള് അത് സുഗന്ധ രൂപത്തിലാക്കി നമുക്ക് കഴിയണം. അതിന് ഈ മോശപ്പെട്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇന്നത്തെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ മെച്ചം എന്താ അറിയോ? മറ്റുള്ളവർ നന്നായി കാണണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്താണെന്നറിയോ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയും. ഇപ്പോ ഒരു സുഹൃത്ത്, അദ്ദേഹം കഷ്ടപ്പെടുകയാണ്. ഇദ്ദേഹം ഒരു വിസക്ക് കിട്ടി അത്യാവശ്യം സെറ്റിലൊക്കെ ആയി ഉഷാറായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വിസ കയ്യിൽ വന്നപ്പോ ആ ഒരു സുഹൃത്തിനെ കരകയറ്റാണ്, അല്ലേ? ആ ഒരു സുഹൃത്തിനെ കരകയറ്റാന്ന് കുട്ടിക്കോളി. അപ്പോ അദ്ദേഹം കയറി വന്നു, അവനക്കൊരു ജോലിയായി, നല്ല ശമ്പളം കാര്യമൊക്കെ ആയി, ആ കുടുംബം രക്ഷപ്പെടുകയാണ്. എങ്കിൽ ആ കുടുംബത്തെ മുഴുവൻ അവൻ ചെലവാക്കുന്ന അതേ പണം അതിന് കാരണക്കാരനാകാൻ ഭാഗ്യം ലഭിച്ചെന്നുള്ള നിലയ്ക്ക് ഇവൻക്ക് കൂടെ അതിന്റെ കൂലി കിട്ടുകയാണ്. എന്താ മെച്ചം? എന്താ അവൻ ചെയ്തത്? ഒന്നുമില്ല. തന്റെ കയ്യിലേക്ക് വന്ന ഒരു സംഗതിയെ തനിക്ക് പേദന നല്ല ആവശ്യമില്ല, ഇന്ന് ആർക്കും ഉപകാരപ്പെടേണ്ടെന്നല്ല, അത് ഉപകാരപ്പെടേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ പടച്ചോനെ? ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്റെ കൂട്ടത്തില്? ഒരാളുണ്ട്, ഒരു കുടുംബമുണ്ട്, ഞാൻ കാരണം അവർ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കാൻ കാണിച്ച വിശാലമായ മനസ്സിന് പടച്ചോൻ കൊടുത്ത ഗിഫ്റ്റാണ് സുഹൃത്തുക്കളെ ആ അക്കൗണ്ടിൽ എഴുതി വെക്കുമെന്നാണ്. ആ മനുഷ്യൻ കുടുംബത്തിന് ചെലവാക്കുന്ന എത്ര എമൗണ്ട് ആണോ അതേ എമൗണ്ട് നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയ കൂലി കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ചു സുഹൃത്തുക്കളെ, അല്ലേ? വേറൊരു സുഹൃത്തിനെ ഒരു ഇങ്ങനെ ഒരു വളർന്നു വരുന്ന ഒരു കുട്ടിന്റെ ഒരു സ്കില്ല് മനസ്സിലാക്കിയപ്പോൾ അവനെ നല്ല റൂട്ടിലൂടെ തെളിച്ചു വിട്ടു. അവനൊരു മതൊക്കെ പഠിപ്പിച്ച് ഉഷാറാക്കി വിട്ടു. നാളെ അവനൊരു പണ്ഡിതനായി മറ്റൊക്കെ മാറുമ്പോൾ അത് അവനെടുക്കുന്ന അവനക്ക് കിട്ടുന്ന കൂലിയൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുമെന്നല്ലേ നമ്മൾ പഠിക്കണത്? ഇതൊക്കെ ആർക്കാ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വന്തത്തിലേക്ക് ചുരുങ്ങിയവനക്ക് ഇതൊന്നും കിട്ടൂല സുഹൃത്തുക്കളെ. സ്വന്തത്തിലേക്ക് ചുരുങ്ങിയവനക്ക് ഇതൊന്നും കിട്ടൂല. മറ്റുള്ളവരെ കൂടെ കാണാനുള്ള വിശാലമായ മനസ്സും കണ്ണുമൊക്കെ ഉണ്ടാകുമ്പോഴേ പരലോകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒന്നുകൂടെ വിശാലപ്പെടുത്തുക. സ്വാർത്ഥതയുടെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ മാറ്റിവെക്കുക. മറ്റുള്ളവർ കൂടെ നന്നാകാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. നമ്മുടെ സ്വഹാബാക്കൾ മരണവക്കിൽ യർമൂക്ക് യുദ്ധത്തിൽ മരണത്തോട് മല്ലിടുമ്പോൾ അവർക്ക് കിട്ടിയ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോ തൊട്ടപ്പുറത്ത് കടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് വേണ്ട അവന് കൊണ്ടുപോയി കൊടുക്കെന്ന് പറഞ്ഞവരാ. ആലോചിങ്ങള് അവരുടെയൊക്കെ മനസ്സിൽ സ്വന്തത്തെക്കാളേറെ സ്ഥാനം അവരുടെ സുഹൃത്തുക്കൾക്ക് അവർ വെച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെയൊക്കെ അനുയായികളാ സുഹൃത്തുക്കളെ നമ്മൾ അതുകൊണ്ട് ഏറ്റെടുക്കുക. അഞ്ചാമതായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല തുക്സിറു ളഹിക, നീ ചിരി അധികരിപ്പിക്കരുത് എന്നതാണ്. ചിരി അധികരിപ്പിക്കരുത് എന്ന കാരണം ഫഇന്ന കസ്റത്തൽ ളഹ്കി തുമീതുൽ ഖൽബ, അധികരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുടെ മനസ്സ് മരിച്ചു പോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഒരു ബോധം എനിക്ക് ഉണ്ടാവില്ല, ഒരു വഖാർ നഷ്ടപ്പെടും, ഒരു ഗൗരവ സ്വഭാവം എനിക്ക് നഷ്ടപ്പെടും. അതിനർത്ഥം പിന്നെ ആവശ്യഘട്ടങ്ങൾ തമാശ പറയണ്ട എന്നൊന്നുമല്ല. ഒരു മൊരടൻ സ്വഭാവക്കാരനാകണം എന്നല്ല പറഞ്ഞത്. ചില ആളുകൾ വെറും കളിയും തമാശകളും ത്രില്ലും എൻജോയ്മെന്റും മാത്രമുള്ളൊരു ജീവിതം. എന്തർത്ഥമുള്ളത്? അവന്റെ മുമ്പിൽ ഏത് സമയവും പൊടുന്നനെ തുറക്കാൻ നിൽക്കുന്ന ബർസഖിനെ കുറിച്ചോ ആലോചിക്കാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പടച്ചോനെ ഇന്ന് ഞാൻ തിരിച്ചു വിളിക്കപ്പെട്ടെന്റെ അടുത്ത് എന്താ ഉള്ളത് എന്ന ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സമയത്തും വെറുതെയും തമാശകളും വീഡിയോകളും കോമഡിയൊക്കെ കണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജീവിതം ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കേവലം എൻജോയ്മെന്റിന് വേണ്ടിയുള്ളത് മാത്രമാണെന്നൊക്കെ ഉള്ള തത്വങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ പാടെ ഒഴിവാക്കേണ്ടതാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോണ കാണുമാറ് ചിരിച്ച സന്ദർഭങ്ങൾ തുലോം കുറവാണ് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്കളോടൊക്കെ നർമ്മം പറഞ്ഞിരുന്ന ആളായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു മരുമകൻ വീട്ടിൽ കയറി ചെന്നിരിക്കുക. അലി റളിയല്ലാഹു അൻഹു കാരക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. രണ്ടാളും കാരക്ക് കഴിച്ചുകൊണ്ടിരിക്കുക.
റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്ക കഴിച്ചിട്ട് കുരുമെല്ലാം അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് മാറ്റിവെച്ചു. എന്താ അലി എത്ര കാരക്കയാജ് കഴിച്ചിരുന്നു ചോദിച്ചു. അലി റളിയല്ലാഹു നേരെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ കുരുങ്കിലും ബാക്കി വെച്ചു നിങ്ങളോന്നാ. സുഹൃത്തുക്കളെ, അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അതിനൊന്നും ഇസ്ലാം വിലക്ക് അടിക്കുന്നില്ല. പക്ഷേ അധികരിച്ചിട്ടുള്ള ചിരികൾ ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് എപ്പോഴും എൻജോയ്മെന്റ് എന്നുള്ള സംഗതി നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ഗൗരവ സ്വഭാവത്തിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ തനിമയാർന്ന രൂപത്തിൽ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.